നമസ്കാരം. എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്റെ പേര് ഹരീഷ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തിലെ വളരെയധികം പ്രധാനപ്പെട്ടതും അതേസമയം ഫണ്ടമെന്റൽ ആയതുമായ ഒരു കാര്യമാണ്. പലരും എന്റെ വീഡിയോകളിൽ കമന്റ് ആയിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടും ഈ വിഷയം എന്നോട് ചോദിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വരാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ എന്താണ് ടോപ്പിക്? എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കൂറ് അല്ലെങ്കിൽ രാശി, അതേപോലെ തന്നെ എന്താണ് ലഗ്നം? അപ്പോൾ ഞാൻ ഈ ലഗ്നമാണോ നോക്കേണ്ടത്, രാശിയാണോ നോക്കേണ്ടത്? ഈ മാസഫലം പറയുന്നുണ്ട്, വർഷഫലം പറയുന്നുണ്ട്, നമുക്ക് ഒരുപാട് സമ്പൂർണ്ണ വിഷുഫലം പറയുന്നുണ്ട്. ഇതിലൊക്കെ ഞാൻ എന്റെ കൂറാണോ നോക്കേണ്ടത് അല്ലെങ്കിൽ എന്റെ ലഗ്നമാണോ നോക്കേണ്ടത്? ഇത് എല്ലാവർക്കും പലർക്കും ഉള്ള ഒരു സംശയമാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ വളരെയധികം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ ഫലങ്ങൾ നോക്കേണ്ടതെന്നും നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങളുടെ ജാതകം കൊണ്ട് നോക്കേണ്ടതെന്നും ഇതുമൂലം നിങ്ങൾക്ക് വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാകും. ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 നക്ഷത്രങ്ങളുണ്ട് അല്ലെ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി മുതൽ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരെ അങ്ങനെ 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അപ്പോ നിങ്ങൾ ഏത് ദിവസം പറഞ്ഞാലും ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും പിറക്കുക. ഓരോ നക്ഷത്രത്തിലും 4 പാദങ്ങളുണ്ട് അല്ലെങ്കിൽ 4 കാലുകളുണ്ട്. അപ്പോ ഈ 4 എല്ലാ നക്ഷത്രം, അശ്വതിക്കാണെങ്കിൽ 4 കാലുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ അനിഴം എടുത്തു കഴിഞ്ഞാൽ 4 കാല്, എല്ലാ നക്ഷത്രങ്ങളിലും 4 കാലുകളുണ്ട്. അപ്പൊ 27 4 കാലുകൾ വന്നു കഴിഞ്ഞാൽ 108 കാലുകളാണ്. എല്ലാ നക്ഷത്രങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ 108 കാലുകളാണ്. അപ്പോ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, ഈ 27 നക്ഷത്രങ്ങളും പലതരം നക്ഷത്ര കൂട്ടങ്ങളിലായിട്ടാണ് കാണപ്പെടുക. കോൺസ്റ്റലേഷൻസ് എന്ന് പറയും. അപ്പോ അതാണ് ഈ 12 രാശികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 12 ഹൗസസ്, സോഡിയാക് സൈൻ, ഇങ്ങനെ പലതും പറയും. 12 രാശികളെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. അപ്പോ നമുക്ക് ഇപ്പൊ മേടം രാശി എടുക്കാം. അപ്പോ മേടം രാശിയിൽ 3 നക്ഷത്രങ്ങളാണുള്ളത്. എല്ലാ രാശിയിലും 3 നക്ഷത്രങ്ങളായിരിക്കും. അശ്വതി, ഭരണി, കാർത്തിക, അതാണ് മേടം രാശി. പക്ഷേ നമ്മൾ പറഞ്ഞു 108 കാലുകൾ നമ്മൾ കണ്ടു, 27 നക്ഷത്രങ്ങൾ, 4 പാദങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ 108 പാദങ്ങൾ. അപ്പോൾ ഇത് എല്ലാം 12 രാശികൾക്ക് ഉള്ളിൽ വരുമ്പോൾ ഓരോ രാശിയിലും 9 പാദങ്ങളാണ് വരിക. നമ്മൾ ഇപ്പോ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. മേടം രാശി. മേടം രാശിയിൽ അശ്വതിയുടെ എല്ലാ പാദങ്ങളും വരും, 4 പാദങ്ങൾ വരും. ഭരണിയുടെ എല്ലാ പാദങ്ങളും വരും. കാർത്തികയുടെ ഒരു പാദമേ വരുള്ളൂ. ബാക്കി 3 പാദങ്ങൾ ഇടവം രാശിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഇടവക്കൂറിലേക്ക് പോകും. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഓരോ രാശിയിലും നമ്മൾ 3 നക്ഷത്രങ്ങൾ, പക്ഷെ അവരുടെ പാദങ്ങൾ വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമ്മൾ വൃശ്ചികക്കൂർ എടുത്തു കഴിഞ്ഞാൽ വിശാഖത്തിന്റെ ഒരു അവസാനത്തെ പാദം വൃശ്ചിക രാശിയിൽ വരും. അതേസമയം അനിഴത്തിന്റെയും തൃക്കേട്ടയുടെയും എല്ലാ പാദങ്ങളും ഇതിൽ തന്നെ വരും. അപ്പോ ഓരോ രാശിയിലും എത്ര നമ്മൾ നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞു. നമ്മൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഏത് രാശിയുടെ മുന്നിലാണോ, അത് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ, ഭൂമിയിൽ നോക്കുമ്പോൾ, നമ്മൾ നോക്കുന്നതല്ല, പഞ്ചാംഗം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് അതിന്റെ ഡിറ്റർമിനേഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഏത് രാശിയുടെ അടുത്തുകൂടെ അല്ലെങ്കിൽ മുന്നിൽ കൂടെയാണോ പോകുന്നത്, അതാണ് നിങ്ങളുടെ കൂറ് അല്ലെങ്കിൽ രാശി. മനസ്സിലായല്ലോ? അപ്പോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നിങ്ങളുടെ കൂർ അല്ലെങ്കിൽ രാശി. അതാണ് നിങ്ങളുടെ മനസ്സ് എന്ന സങ്കല്പം. അതായത് ചന്ദ്രൻ മനോകാരകനാണ്. മനോകാരകൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കൂറ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ നിങ്ങൾ ജനിച്ച സമയത്ത് ചന്ദ്രൻ ഇപ്പോ കുംഭം കൂറിലാണെങ്കിൽ നിങ്ങളുടെ കൂറ് കുംഭം കൂറാണ്. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണത്. നമ്മുടെ ഈ വർഷഫലം അല്ലെങ്കിൽ മാസഫലം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂറ് നോക്കണം. നിങ്ങളുടെ ജനന ജാതകത്തിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ പലതരം വെബ്സൈറ്റുകളുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി ഏത് നക്ഷത്രമാണ് നിങ്ങളുടേത്, ആ നക്ഷത്രം ഏത് രാശിയിലാണ് വരുന്നത്, അത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂറ് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ആണല്ലോ. ഞാനിവിടെ മുമ്പേ കൊടുത്തിട്ടുള്ള ഫലങ്ങളൊക്കെ ഈ കൂറ് വെച്ച് നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി നോക്കുക. ആ വീഡിയോ ഞാൻ ഇതിന്റെ എൻഡ് സ്ലേറ്റിലും എന്റെ പഴയ വീഡിയോ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നിങ്ങളുടെ 2025 2026 ഫലങ്ങൾ നിങ്ങൾ അത് മൂല്യം നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് ലഗ്നം എന്താണെന്ന് നോക്കാം. ലഗ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് കിഴക്ക് ദിശയിൽ ഏത് രാശിയാണോ ഉദിക്കുന്നത് അതാണ് നിങ്ങളുടെ ലഗ്നം. അതായത് നിങ്ങൾ ജനിച്ചത് 1 മണിക്കാണെന്ന് വിചാരിക്കാം. 1 മണിക്ക് കിഴക്ക് ദിശയിൽ ഏത് രാശിയാണ് അല്ലെങ്കിൽ ഏത് നക്ഷത്രക്കൂട്ടമാണ് ഉള്ളത് അതാണ് നിങ്ങളുടെ ലഗ്നം. 24 മണിക്കൂറുണ്ട് ഒരു ദിവസം, 12 രാശികളുണ്ട്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഒരു 2 മണിക്കൂറിന് നിങ്ങളുടെ ലഗ്നം മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസത്തിലും. അതുകൊണ്ടാണ് ജനന സമയം വളരെയധികം ഇമ്പോർട്ടന്റ് ആവുന്നത്. എല്ലാ ജാതകവും നോക്കുമ്പോൾ നമ്മൾ ജനന സമയം ഇമ്പോർട്ടന്റ് ആവുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഈ ലഗ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ജനന ജാതകത്തിലെ ആദ്യത്തെ വീടാണ്, ആദ്യത്തെ ഭാവമാണ്. അപ്പോ ആ ഭാവം വെച്ചിട്ടാണ്, അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഏത് രാശിയിലാണ് നിൽക്കുന്നത് അത് ഈ ലഗ്നവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നും നോക്കിയിട്ടാണ് ജാതക ഫലങ്ങൾ പറയുന്നത്. ഇപ്പോ നിങ്ങൾ ചിങ്ങം ലഗ്നമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ജനിച്ച സമയത്ത് കിഴക്ക് ദിശയില് ചിങ്ങമാണ് രാശി, അതുകൊണ്ട് നിങ്ങൾ ചിങ്ങനൻ ലഗ്നമാണെങ്കിൽ കന്നി എന്നുള്ളത് നിങ്ങളുടെ 2ാം ഭാവമായി വന്നു ചേരും. വീട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം, വാക്ക് സ്ഥാനമായ 2ാം സ്ഥാനം കന്നിയാവും. വൃശ്ചികം 4ാം ഭാവം, അതായത് വീട്, വാഹനം എന്നുള്ളവ 4ാം സ്ഥാനം, സുഖ സൗകര്യങ്ങൾ, അത് വൃശ്ചികം രാശിയായിട്ട് വരും. പിന്നെ ഇടവം രാശി എന്ന് പറയുന്നത് നിങ്ങളുടെ 11ാം ഭാവമായിട്ട് വരും. അങ്ങനെ ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ ഇരുന്നത്. ഇപ്പൊ നിങ്ങളുടെ വ്യാഴം ഇപ്പൊ 4ാമത്തെ ഭാവമായ വൃശ്ചികത്തിലാണ് നിങ്ങൾക്ക് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്, വാഹനം എന്നിവയ്ക്ക് വളരെയധികം മേന്മയാണ് എന്ന് പറയാനുള്ള ഒരു കാൽക്കുലേഷൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ലഗ്നം എന്താണ്, രാശി എന്താണ്. രാശി നിങ്ങളുടെ ചന്ദ്രൻ ഇരിക്കുന്ന ഇതാണ്, കൂറാണ്. അതേപോലെ തന്നെ ലഗ്നം നിങ്ങൾക്ക് നിങ്ങളുടെ ജനന സമയത്തുള്ള കിഴക്ക് ദിശയിലുള്ള ഉദിച്ചു വരുന്ന രാശിയാണ്. ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ജനന ജാതകം നോക്കുമ്പോൾ, അതായത് നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാം, ലഗ്നം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെയാണ് കുറിക്കുന്നത്, നിങ്ങളുടെ സെൽഫ്. നിങ്ങൾ ഈ ജന്മത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന കർമാക്കൾ, മുൻ ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കർമാക്കൾ, നിങ്ങളുടെ പിതൃക്കളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കർമാക്കൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ ലഗ്നം കുറിക്കുന്നത്. അപ്പൊ ജനന ജാതകം എപ്പോഴും ലഗ്നത്തിനെ ആസ്പദമാക്കിയാണ് എഴുതുന്നത്. നിങ്ങളുടെ വർഷഫലങ്ങൾ, മാസഫലങ്ങൾ എന്നിവ കൂറിനെ അതായത് രാശി, ചന്ദ്രരാശിയെ ആസ്വദിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഞാൻ പറഞ്ഞതുപോലെ എൻസ്ലേറ്റിൽ ഈ വീഡിയോ ഇടുന്നുണ്ട്, അത് പോയി കാണുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ കൊണ്ടുവരുന്നതാണ്. അതേപോലെ ഫലങ്ങളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ താഴെയുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ അപ്പോയിന്റ്മെന്റ്സും ഉള്ളതാണ്. നിങ്ങൾ ആ സൗകര്യം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.